പ്രായം കൂടുതലാണ്, അതുകൊണ്ട് മറന്നു പോകുന്നു. ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല, കുട്ടികൾ അങ്ങനെ പറയുന്നു. പിന്നെ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, അധ്യാപകർ അങ്ങനെ പരാതി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഓർമ്മയെക്കുറിച്ച് പരാതിയേ പറയാനുള്ളൂ. എല്ലാം മറന്നു പോകുന്നു. കുറച്ച് നമ്മുടെ വീട്ടിലുള്ളവരോ മറ്റുള്ളവരോ ആയിക്കോട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണല്ലോ. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്ത് കാര്യവും ഇനി ഇവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കാൻ നല്ല അടിപൊളി മെമ്മറി ടെക്നിക്കുകൾ പഠിക്കാം നമുക്ക്. അതിനാണ് ഈ കോഴ്സ്. ഈ അടിപൊളി മെമ്മറി ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ പിന്നീട് ഒരൊറ്റ സാധനം എവിടെയും വെച്ച് മറക്കൂല. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചാൽ അത് മരണം വരെ പിന്നെ അത് മറക്കുകയില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ ഒരൊറ്റ വായനയിൽ മനസ്സിലിരിക്കും. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷത്തെ കലണ്ടറുകൾ നമുക്ക് മനഃപ്പാടമാക്കാം. 10,000 സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഓർത്തിരിക്കാം. വലിയ വലിയ ഉപന്യാസങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. അങ്ങനെ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും അധ്യാപകർക്കും ട്രെയിനേഴ്സിനും അതുപോലെ മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ഓർമ്മയില്ല എന്ന് പറയുന്ന എല്ലാ പരാതിക്കും പരിഹാരമായിട്ട് ഈ കോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. മെമ്മറി ടെക്നിക് കോഴ്സ് LHDCന്റെ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ 1-2 ഭാഗങ്ങൾ എങ്ങനെയാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചാലുള്ള ഉപയോഗം എന്താണ്, നമ്മൾ എത്രത്തോളം നമ്മൾ ഓർമ്മയിൽ നിൽക്കും എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡെമോ. ഇവിടെ നമ്മൾ ഈ വീഡിയോന്റെ പരിമിതി, ഇത് ഓഡിയൻസിന്റെ മുന്നിൽ പെർഫോം ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ചില പരിമിതികൾ നമുക്കുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിക്കാം. അത് മനസ്സിലാക്കിയിട്ട് ഈ വിധത്തിൽ നമുക്ക് പെർഫോം ചെയ്യാനും ഈ രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. തുടർന്ന് കാണുക. നമ്മൾ ആദ്യം ഇവിടെ പരിശോധിക്കുന്നത് ചോദ്യോത്തരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. ഇവിടെ എന്നെ സഹായിക്കാൻ ബാക്കിറുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജനറൽ നോളജിന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ സഹിതം എനിക്ക് പറഞ്ഞു തരും. അത് ഒരു തവണ മാത്രം ഞാൻ കേൾക്കും. കേട്ടതിന് ശേഷം പിന്നീട് നമ്മൾ മറ്റ് ആക്ടിവിറ്റികളിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അദ്ദേഹം എന്നോട് ചോദിക്കും. ആ ഉത്തരങ്ങൾ ഈസി ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്കും സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. ബാക്കി പുസ്തകം എടുത്തിട്ടില്ലേ? അതെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറച്ച് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദ്യോത്തരങ്ങൾ അതിനകത്ത് എഴുതുക. ഓക്കെ, എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ എഴുതിക്കും. എഴുതിയതിന് ശേഷം അത് തീരുമാനമായിട്ട് ഇത്ര ചോദ്യം അതിന്റെ ഉത്തരം എഴുതിയതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അതുവരെ ആ ചോദ്യോത്തരങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യോത്തരങ്ങൾ അദ്ദേഹം എഴുതുന്നത് വരെ ഒരു ബ്രേക്ക്. നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങളും ഉണ്ട്. ആ ചോദ്യോത്തരങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണെന്നുള്ളത് ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓരോ ചോദ്യവും അതിന് ഉത്തരമായിട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ. ആദ്യത്തെ ചോദ്യം, പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്കുകളെയും കാലത്തെയും കുറിച്ചുള്ള പഠനശാഖയുടെ പേര്? ഹൊറോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഓക്കെ, ഹീലിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംബോഡിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം? ഓക്കെ, പോട്ടെ, അത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പോട്ടെ. നോബൻ. മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? ഓക്കെ, പോട്ടെ, 65%. അതറിയാവുന്ന ചോദ്യമാണ്. ആസ്ട്രലോപിത്തിക്കസിന്റെ ഫോസിൽ കണ്ടെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ആൻസർ എത്യോപ്യ. ഓക്കെ. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? 1969. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്? ജെയിംസ് ചാഡ്വിക്. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം? കരൾ. ഓക്കെ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കറൽ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ്. ഓക്കെ. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? ഓക്കെ. നിയോപ്രിൻ. ഓക്കെ, നെക്സ്റ്റ്.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. ആൻസർ ഏതായിരുന്നു? റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക്. ഓക്കെ, അത്രയും ചോദ്യങ്ങൾ പറയാം. അത്ര ചോദ്യങ്ങളുള്ളൂ. ഇതിന്റെ ആൻസർ ഇപ്പൊ പറയുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണോ? ഇല്ല, നമുക്ക് ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയാം. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു കലണ്ടേഴ്സിലേക്ക് പോയാലോ? ഓക്കെ, കലണ്ടർ മെമ്മറിയിലേക്ക് പോയാലോ? പോവാം. അപ്പോ ബാക്കിയൊരു മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് ബാക്കിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡേറ്റ് അടിക്കുക. ഇയർ, മന്ത്, ഡേറ്റ് അതടിക്കുക. എന്നിട്ട് ഏതാണ് എന്ന് നോക്കുക. നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അത് നോട്ട് ചെയ്യുന്നത് വരെ ഒരു മിനിറ്റ് ഒരു ഇടവേള. ഓക്കെ ഓക്കെ. ഒരു ലിസ്റ്റ് തയ്യാറായിട്ടുണ്ടല്ലോ? ഉണ്ട്, ലിസ്റ്റ് കയ്യിലുണ്ട്. അപ്പൊ അത് ഞാൻ കാണാതെ പിടിക്കാം. ഞാൻ കാണാതെ പിടിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ഡേറ്റ്, ഇയർ, മന്ത്, ഡേറ്റ് ചോദിക്കുക. അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറയും. ഓക്കെ ഓക്കെ, തുടങ്ങിക്കോളൂ. ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 ഫ്രൈഡേ ആണ്. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. 2512 ഡിസംബർ 10. 2512 കുറച്ച് ബേക്കിലാണല്ലോ, മുന്നിലാണല്ലോ. 2500 ആ സാറ്റർഡേ ആണ്. ശരിയാണ്. 1999 മാർച്ച് 26. 1999 മാർച്ച് 26 ഫ്രൈഡേ. ഫ്രൈഡേ, ഉത്തരം ശരിയാണ്. 2023 ഏപ്രിൽ 4. ഏപ്രിൽ 4 ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. ഉത്തരം ശരിയാണ്. 1985 ജാനുവരി 30. 1985 ജനുവരി 30 ബുധനാഴ്ച. ബുധനാഴ്ച, ഉത്തരം ശരിയാണ്. 2026 ഫെബ്രുവരി 29. 2026 ഫെബ്രുവരി 29. 2026 ഫെബ്രുവരി 29 എന്നുള്ള തീയതി ഇല്ല. കാരണം 2026 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയറിൽ മാത്രമേ 29 ദിവസം വരുള്ളൂ. 28 ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ. 28 ദിവസം 8-ാം തീയതിയാണെങ്കിൽ സാറ്റർഡേ. ഇതിൽ ലീപ്പ് ഇയർ നമുക്ക് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ വരാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പേഴ്സ് മെമ്മറിയിലേക്ക് പോകാം. നോക്കാം സംഖ്യകൾ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് എന്നുള്ളത്. അതിന് ഇവിടെ ഈ ബോർഡിൽ ഒരു 40 കോളങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. ആ 40 കോളങ്ങൾ വരച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ബോർഡില് 40 കോളങ്ങളുണ്ട്. 40 കോളം എന്നല്ല, നമുക്ക് 40, 400, 100 എത്ര കോളങ്ങൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇത് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 40 കോളങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 40 കോളങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചെയ്യേണ്ടത് ഈ 40 കോളങ്ങളിലും കുറച്ച് സംഖ്യകൾ എനിക്ക് പറഞ്ഞു തരണം. അത് ഞാനിവിടെ രേഖപ്പെടുത്തും. ഓക്കെ, ആ സംഖ്യകൾ 1-നും 4 എഴുതാൻ സ്പേസ് ഉള്ളൂ. അപ്പൊ 10,000-നും ഇടയിലുള്ള സംഖ്യകളായിക്കോട്ടെ. ഇഷ്ടമുള്ള സംഖ്യകൾ പറയാം. ആവർത്തിക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് പറയാം. അതിനുശേഷം അത് എഴുതിയതിനു ശേഷം ഒന്ന് ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ എവിടേക്കാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എന്നോട് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ അത് മുഴുവൻ വായിച്ചതിന് ശേഷം രണ്ടാമത് എഴുതാനും ആവശ്യപ്പെടാം. എന്തുണ്ടെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ഫില്ല് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ 1-നും 1000-നും 10,000-നും ഇടയിൽ, 1-നും 10,000-നും ഇടയിലുള്ള 1 മുതൽ 9,999 വരെയുള്ള ഏത് സംഖ്യ എഴുതാം. ഓക്കെ, അത് പറഞ്ഞോളൂ. ഒന്നാമത്തെ കോളത്തിൽ ഏതാ എഴുതി? 100. ഒന്നാമത്തെ കോളത്തിൽ ഞാൻ 100 എഴുതി. ഓക്കെ, 67. രണ്ടാമത്തെ കോളത്തിൽ 67. ഓക്കെ,
1202. 1202. മൂന്നാമത്തെ കോളത്തിൽ 1202. ഓക്കെ. 24. 24. 4 24. ആ 716. 5 716. ഓക്കെ. നെക്സ്റ്റ് 325. 325. 6 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയൂ. 10. 7 10. നെക്സ്റ്റ് 6. നെക്സ്റ്റ് 41. 9 41. ഓക്കെ. 10 31. ഓക്കെ. 11 12. ആ 820. 12 820. ഓക്കെ. 8342. 83 42. ഓക്കെ. നെക്സ്റ്റ് 53. 5 3. ഓക്കെ. 72. ഓക്കെ. 63. ഓക്കെ. 60. ആ 42. 42. ആ 430. ഓക്കെ. 36. 36 20. ഓക്കെ. 21 80. 80 80 അല്ലേ? 50 അല്ലല്ലോ? അതെ അതെ. ആ ഓക്കെ. 510. ഓക്കെ. 22. ഓക്കെ. 95. ഓക്കെ. 9. ഓക്കെ. 25 49. 49. ഓക്കെ. 26 27. 27 181. 181. ആ 28 49. ഓക്കെ. 29 546. 546. ഓക്കെ. 30 25. 31 4. ഓക്കെ. 32 17. ആ 33 1. ഓക്കെ. 20. 24 20. ഓക്കെ. 61. ഓക്കെ. 35. ഓക്കെ. 11. 37 11. ആ 9. 9 മറ്റൊരു സ്ഥലത്തുണ്ടല്ലോ. ആ ഓക്കെ. 2347. 2347. ഓക്കെ. അതാ 200 മാറ്റിയത്. വലിയ സംഖ്യ ഇടുന്നുണ്ട്. ഒരു വലിയ സംഖ്യ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. 23 47. ഓക്കെ. 40 500. 500 അല്ലേ? 40 500. 19 23 ഓക്കെ. ഇത് എങ്ങനെ ഞാൻ പറയേണ്ടത്? എഴുതിയതുപോലെ പറയണോ? തലതിരിച്ച് പറയണോ? ഡിസെൻഡിങ് ഓർഡറിൽ പറഞ്ഞോളൂ. ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പൊ
അപ്പൊ ഞാൻ ഇതിന്റെ ഇത് പറയുന്നില്ല, നമ്പേഴ്സ് പറയുന്നില്ല, റോമൻ നമ്പേഴ്സ് പറയുന്നില്ല. ഓക്കെ. ഓക്കെ, ഫാസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ 500 2347 9 11 35 61 20 1 17 4 പിന്നെ 25 546 49 181 27 49 9 95 510 80 36 430 42 60 63 72 53 8342 820 12 31 41 അടുത്തത് 8 6 10 323 325 716 24 1202 67 100. ഓക്കെ ഓക്കെ. നല്ല ഡിസെൻഡിങ് ഓർഡർ. ഞാൻ ഇനി ഇതിന്റെ ഓർഡർ തിരിച്ച് പറയാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ചെയ്യാണ്ടോ? ഞാനൊരു പണി ചെയ്ത് ഞാൻ മാച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ ഒന്ന് എഴുതാൻ പറ്റുമോ? ശ്രമിക്കാം, ഒന്ന് മാച്ചോളൂ. അസെൻഡിങ് ഓർഡർ തന്നെ എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, മാച്ച് കഴിഞ്ഞല്ലോ. ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതാമല്ലോ.
ഓക്കെ, ശരിയല്ലേ? ഒന്ന് നോക്കൂ. 12 ദിവസം 100, 67, 1202, 24, 16, ശരിയായിരിക്കും. സ്ക്രീൻഷോട്ട് ഒരു പക്ഷേ അതിന്റെ നമ്മുടെ വീഡിയോ കണ്ടിരുന്നവർ എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നേരത്തെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഓക്കെ, അതിന്റെ ഉത്തരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഓക്കെ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയണ്ട. ഉത്തരം ഞാൻ പറയും. ഓരോ ചോദ്യങ്ങളായിട്ട് വേഗത്തിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സമയം കളയണ്ട. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആ പുസ്തകത്തിന്റെ എന്താ പറയാ പോയിന്റ് വെച്ചിരുന്നതൊന്നും മാറ്റി കളഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം കരളാണ്, ലിവറാണ്. ഓക്കെ. ന്യൂട്രോൺ കണ്ടുപിടിച്ചതായി ജെയിംസ് ചാപ്ലിൻ. മനുഷ്യൻ ചന്ദ്രനിൽ 1969. ആസ്ട്രോപിഥിക്കസിന്റെ ഫോസിൽ കണ്ടെത്തിയത് എത്യോപ്യ. മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് 65%. കംബോഡിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം നോംപെൻ. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഹീലിയം. ക്ലോക്കുകളെ കുറിച്ചും കാലത്തെ കുറിച്ചും ഉള്ള പഠന ശാഖയുടെ പേരെന്ത്? ഹോറോളജി. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ഏതാണ്? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ്. ഉത്തരങ്ങളൊക്കെ ശരിയാണ്. കഴിഞ്ഞു. അപ്പോ ഇത് നമ്മൾ പഠിക്കുന്നത് ഒരു ചോദ്യമോ 9 ചോദ്യമോ ഒന്നല്ല. നമ്മൾ 10,000 ചോദ്യം പഠിച്ചാലും നമുക്കൊരു അധിക വലുപ്പത്തിൽ തോന്നൂല. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, നമ്മൾ ഒരു ടേബിളിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് അത് പിന്നീട് നമുക്ക് അത് ആരെ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഓർഡർ ആക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. 10,000 കണക്കിന് ലിസ്റ്റുകൾ, സാധനങ്ങളുടെ ലിസ്റ്റുകൾ നമ്മൾ ഒറ്റ വായന വായിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുപോലും തെറ്റാതെ എങ്ങനെ വേണമെങ്കിലും ഇത് പറഞ്ഞതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഓർത്തെടുക്കാനും എഴുതാനും പറയാനും ഒക്കെ സാധിക്കും. അതുപോലെ എല്ലാം എന്താണോ നമ്മൾ ഓർക്കുന്നത്, എന്താണ് നമ്മൾ ഓർക്കേണ്ടത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെച്ച് ആവശ്യമുള്ള സമയത്ത് അത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പൊ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓർമ്മശക്തി കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുക.